ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സർ. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ദേവികുളം MLA ആയ ശ്രീ A. രാജ അവറുകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് സാറിനെ സാദരം മുന്നോട്ട് ക്ഷണിക്കുന്നു. സോ ഞങ്ങളുടെ ഇന്നത്തെ റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് പ്രസൻസ് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് 2025 ആണ് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യക്ഷ പ്രസംഗത്തിനായി ദേവികുളം MLA ശ്രീ A. രാജ സർ ഓൺ ടു ദ ഡയസ്. കേരള വിഷൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ അവാർഡ് ദാന ചടങ്ങ് വിശിഷ്ട വ്യക്തികൾ ഉദ്ഘാടകൻ അടക്കമുള്ള ആളുകൾ ഇനി എത്തിച്ചേരാൻ പോകുന്നേ ഉള്ളൂ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, കേരള വിഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഇതുപോലുള്ള അവാർഡ് ദാന ചടങ്ങുകളെല്ലാം സംഘടിപ്പിച്ചു വരികയാണ്. ഇവിടെ നടക്കുന്ന ഈ പരിപാടി നേരത്തെ തന്നെ നിശ്ചയിച്ച് ഈ പരിപാടിയിൽ എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ കേരള വിഷന് എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും ആദ്യം തന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം വലിയ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. കേരളത്തിൽ ലോകത്ത് തന്നെ 50 ലക്ഷത്തോളം വനിതകളെ കുടുംബശ്രീയിൽ അംഗങ്ങളാക്കിയതിൽ നമുക്കെല്ലാം വലിയ രീതിയിൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. 1998 ഇത് തുടക്കം കുറിക്കുന്നത്. തുടക്കം കുറിക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഉണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് എത്രത്തോളം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, എങ്ങനെയാണ് നമ്മുടെ സ്ത്രീകൾ ഈ കുടുംബശ്രീയിൽ ഭാഗമാകുന്നത് എന്നുള്ളൊരു സംശയമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ 25 വർഷം പിന്നിടുമ്പോൾ ഇന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ 50 ലക്ഷത്തോളം ആളുകളെ, വനിതകളെ, നമ്മുടെ സ്ത്രീകളെ, അമ്മമാരെ എല്ലാം ഈ സംഘടനയിൽ ഭാഗമാക്കാൻ കഴിഞ്ഞു. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ ആദ്യം വീടുകളിലും പിന്നീട് സമൂഹത്തും അങ്ങനെയെല്ലാം പടർന്ന് പന്തലിച്ച് ഇത്ര വലിയ നിലയിൽ എത്തി നിൽക്കുന്ന ആളുകളെ വിളിച്ച് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നവകേരള യാത്രയിൽ സ്ത്രീകളുടെ പങ്ക് വലുതാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരിക്കൽ കൂടി ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത കേരള വിഷനും എൻ്റെ എല്ലാവിധമായിട്ടുള്ള നന്ദികളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. സാറിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, ഞങ്ങളുടെ 2 അവാർഡ് നൽകണം എന്ന് സാറിനോടൊന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്നത് 2 ടീമിന് ഞങ്ങൾ ഇവിടെ അവാർഡ്സ് നൽകാൻ പോവുകയാണ്. ഈ ഒരു സമയം